രാവിലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇത്രയും പാത്രങ്ങൾ കൂടി കിടപ്പുണ്ട്. അത് ഇത്രയും കഴുകിയെടുക്കണം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് മുഹറം 1 മുമ്പുള്ളവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മുഹറത്തിന് നല്ല കാര്യങ്ങൾ, ആദ്യത്തെ 10 വരെ നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല. കല്യാണം, വീട് പാല് കാച്ച്, ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അങ്ങനെ മുതിർന്നവരങ്ങനെ പറയുമ്പോൾ നമ്മളതൊന്നും ചെയ്യില്ല. മുഹറത്തിന്റെ ആദ്യത്തെ 10 വരെ എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് ഇബാദത്തോടുകൂടി ഇരിക്കും. 5 നേരം നമസ്കരിച്ച് നോമ്പ് പിടിച്ച് ഓതി അങ്ങനെ ഇരിക്കണം എന്നാണ് പറയാറ്. വളരെ പ്രധാനപ്പെട്ട 10 നോമ്പ്. റമദാൻ മാസത്തിലെ നോമ്പ് പോലെ ഇതും ഈ മുഹറത്തിലെ ആദ്യത്തെ 10 ദിവസവും നല്ലതാണെന്ന്, അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴും ഇങ്ങനെ, അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള അതിൽ 10 ദിവസം കല്യാണം ഒന്നും നടക്കൂല എന്നും പറയുന്നുണ്ട്. എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഈ 10 ദിവസം ഓതി നമസ്കരിച്ച് നോമ്പും പിടിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്ത് ഈ 10 ദിവസം ഇങ്ങനെയാണ് വൃത്തിയും വീടൊക്കെ വൃത്തിയാക്കി. ഞാൻ എൻ്റെ വീട് ഇന്നലെ ഒക്കെ വൃത്തിയാക്കിയിരുന്നു. തൂത്ത് തുടച്ച് ഇന്നലെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ല, മെനഞ്ഞാന്ന് തന്നെ ചെയ്തിരുന്നു. ഇന്ന് അതുകൊണ്ട് ഒരു ജോലിയും ഇല്ല. രാവിലെ തന്നെ പണികളൊക്കെ കഴിഞ്ഞ്. ഇത് പിന്നെ ഈ ഇതില് ഈ മുഹറം ആദ്യത്തെ 1-ാമത്തെ ദിവസം രാത്രിയിലോ പകലിലോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് 113 പ്രാവശ്യം എഴുതി സൂക്ഷിച്ചാൽ നല്ലത്. അവർക്കും, ആരാണോ എഴുതി സൂക്ഷിക്കുന്നത് അവർക്കും അവരുടെ ഫാമിലിക്കും മക്കൾക്കും എല്ലാവർക്കും, സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും വരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അത് 5 നേരം നമസ്കരിച്ച് പിന്നെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് വുളുവോടുകൂടി നമസ്കരിച്ച് പിന്നെ എന്ത് കാര്യങ്ങളാണോ നമുക്ക് നടക്കേണ്ടത് അതൊക്കെ മനസ്സിൽ നിയത്ത് ചെയ്ത് പിന്നെ കിബിലയ്ക്ക് തിരിഞ്ഞിരുന്ന് കിബില നോക്കിയിരുന്ന് അങ്ങനെ ഒരു ഭയഭക്തിയോടുകൂടി എഴുതിയാൽ അതിൻ്റെ ഫലമുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ വർഷം എഴുതിയിട്ടില്ല, കഴിഞ്ഞ വർഷം എഴുതിയിട്ടുണ്ടായിരുന്നു. എഴുതി എൻ്റെ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതുവരെ ഒരു ദോഷവും വന്നിട്ടില്ല. ഞാനതിപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അത് നല്ലതാണ്. അങ്ങനെ ചെയ്യാം. പറ്റുന്നുള്ളവർക്ക് ഇന്ന് ചെയ്യാം. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ വേണമെന്നില്ല, നാളെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇന്ന് ചെയ്യാത്തവർക്ക് നാളെ, അതായത് രാത്രിയോ പകലോ എന്ന് പറയുന്നുണ്ട്. ഈ രാത്രിയോ പകലോ എന്നുള്ളതിൽ പകലാണ് ഏറ്റവും കൂടുതൽ ഉത്തമം എന്നും പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കും രാത്രി ഇരുന്ന് ചെയ്യാം, അങ്ങനെയല്ല, പകലാണ് ഏറ്റവും കൂടുതൽ ഉത്തമമെന്നും പറയുന്നുണ്ട്. ഞാൻ പകലാണ് എഴുതിയത്. എനിക്കതുകൊണ്ട് ഒരു ദോഷവും വന്നിട്ടില്ല. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം തന്നെയാണ് നടന്നിട്ടുള്ളത്. പിന്നെന്താ, ഇന്ന് അറിവിൻ്റെ ഇത് ഇത്ര തന്നെ.
ഇന്ന് രാവിലെ മുതൽ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിരുന്നു. രാവിലെ തന്നെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് പാത്രം കഴുകി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. വേറെ ജോലിയൊന്നുമില്ല. ഇനി കുളിച്ചിട്ട് ദുആ നിസ്കരിക്കണം. ഇപ്പൊ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ടാവും. ഞാൻ അടുക്കളയിലാണ് നിൽക്കുന്നത്. പാത്രം കഴുകുന്നതുകൊണ്ട് സമയം കറക്റ്റ് നോക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അടുക്കളയിൽ എപ്പോഴും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും ഒന്നില് വല്ലുഹ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കും. വല്ലുഹ സൂറത്ത് ഓതുന്നത് നല്ലതാണ്. അത് 3 പ്രാവശ്യം ഓതി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ദുആ ചെയ്താൽ നടക്കുന്നതാണ്. എനിക്കത് അനുഭവമാണ്. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ, മോൻ ട്രെയിനിൽ കയറുമ്പോൾ ഞാൻ അത് ദുആ ചെയ്യും. എൻ്റെ മോന് ഒരാപത്തടങ്ങി, എൻ്റെ മോന് മാത്രമല്ല എല്ലാവർക്കും, ആരെല്ലാം യാത്ര ചെയ്യുന്നു എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തു. ഒപ്പം എൻ്റെ മോനെയും കാത്തുകൊള്ളാൻ വേണ്ടി റബ്ബിനോട് ഞാൻ ദുആ ഇറക്കും. അത് ഇതുവരെ എൻ്റെ മോനൊരു ദോഷവും വന്നിട്ടില്ല. പോകുമ്പോഴായിരുന്നാലും വരുമ്പോഴായിരുന്നാലും അൽഹംദുലില്ലാ. ഏത് കാര്യവും നമ്മൾ മുറുകെ പിടിച്ചാൽ അത് നടക്കുന്നു എനിക്കറിയാം. ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്പായും ഉമ്മായൊക്കെ നഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ അപ്പായും ഉമ്മായൊക്കെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കൊന്നും റബ്ബ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ എന്നും വിഷമങ്ങളും ടെൻഷനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നും എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്ന്. അതെല്ലാം റബ്ബാണ് എനിക്കെന്നും കൂട്ടിനുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെയാണ്.
റബ്ബിനെ മുറുകെ പിടിച്ചാൽ അങ്ങനെ ഒരിക്കലും നമ്മളെ കൈവിടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും റബ്ബിൽ മാത്രം വിശ്വസിച്ച് പോകുന്ന വ്യക്തിയാണ്. എൻ്റെ വാപ്പാടെയും ഉമ്മാടെയും കാര്യം പറയുമ്പോൾ ഞാൻ അല്പം ഇമോഷണൽ ആവും, അല്ലാതെ വേറെ ഒന്നുമല്ല. എനിക്ക് എപ്പോഴും അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. നമ്മളുള്ളപ്പോൾ അവരെ കുറിച്ച് ചിന്തിക്കില്ല, ഇല്ലാത്തപ്പോഴാണ് അവരെ കുറിച്ച് ആലോചിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ പറയുക, എൻ്റെ തെറ്റുകൾ തിരുത്തുക. പാത്രം കഴുകി കഴിഞ്ഞു. ഇന്നത്തെ എൻ്റെ എല്ലാ ജോലികളും ഏകദേശം തീർന്നു കഴിഞ്ഞു. ഇനി ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരും. അൽഹംദുലില്ലാ. എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യും.